ഗൈസ് ഒറിജിനൽ കേരള ഓഡി A4 അതാണ് ഞാനിന്ന് കൊണ്ടുവന്നിട്ടുള്ള വണ്ടി. വെറും എന്താ പറയുക, കമ്പനി സർവീസ്. അതാണ് വണ്ടിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു പ്രീമിയം കാർ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രീമിയം വണ്ടിയിൽ തന്നെ പല വണ്ടികളും അല്ലെങ്കിൽ ഹിസ്റ്ററി കംപ്ലയിൻസ് ഉള്ള വണ്ടികൾ, റീപ്ലേസ്മെൻറ്റ് മേജറായിട്ടുള്ള വണ്ടികളൊക്കെ നമുക്ക് കൂടുതൽ കിട്ടാറ്. പക്ഷേ ഈ വണ്ടിനെ അപേക്ഷിച്ചിടത്തോളം വണ്ടിയുടെ എല്ലാ കണ്ടീഷൻസ് അല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റും കാര്യങ്ങളും എല്ലാം ക്ലിയർ ആണ് വരുന്നത്. അപ്പോൾ നമ്മളിത് വണ്ടിയെടുക്ക് ഷൂട്ട് ചെയ്യുന്നത് തൃശ്ശൂരാണെങ്കിലും വണ്ടിയുടെ ഓണർഷിപ്പ് വരുന്നത്, അതിൻ്റെ ഓണർ മലപ്പുറത്തുള്ളൊരു നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വണ്ടിയാണ്. അപ്പോൾ ആ പുള്ളിനെ നേരിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് തരാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് പുള്ളിയായിട്ട് സംസാരിച്ചിട്ട് നമുക്ക് നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങാനായിട്ട് പറ്റും. സോ ഇതിൻ്റെ പ്രൈസിലേക്ക് വരണേക്കാൾ മുന്നേ വണ്ടിയെ പറ്റിയിട്ട് ഒന്നുകൂടെ പറയാം. സർവീസ് ഹിസ്റ്ററി വണ്ടിയുടെ വളരെ പ്രോപ്പറാണ്. ഇപ്പോൾ ഏകദേശം 1,30,000 സംതിങ് കിലോമീറ്റർ ആണ് ഈ വണ്ടിയുടെ ഡ്രൈവ് നിൽക്കുന്നത്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി വരുന്നത്. പ്രീമിയം പ്ലസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. നമുക്ക് സൺറൂഫ് അവൈലബിൾ ആണ്. ബാക്കി എല്ലാ കാര്യങ്ങളും വണ്ടിയുടെ ക്ലിയർ ആണ്. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ പ്രീമിയം വണ്ടി എന്ന് പറയുമ്പോൾ വണ്ടി കിട്ടുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്കൊരു ഒറിജിനൽ കേരള വണ്ടി അന്വേഷിച്ച് നടക്കുന്നവർക്കുള്ളതാണ് ഏറ്റവും ഈ വണ്ടി എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ മെക്കാനിക്കൽ കണ്ടീഷൻ ആയാലും എല്ലാം വളരെ നീറ്റാണ്. ഇനിയിപ്പോൾ ഇൻറ്റീരിയറിലേക്ക് വരാണെങ്കിലും ആ വണ്ടി നല്ല പക്കയായിട്ടാണ് കിടക്കുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ പ്രീമിയം ആയതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക് ഗിയർ, ഇതിൻ്റെ സീറ്റ് ഇലക്ട്രിക് സീറ്റാണ് വരുന്നത്. സൺറൂഫ് അവൈലബിൾ ആണ്. എല്ലാം പക്കയായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ എല്ലാം പക്കയായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇനി എക്സ്റ്റീരിയറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും വണ്ടി അത്ര നീറ്റായിട്ട് കിടക്കുന്ന സെക്കൻഡ് ഓണർഷിപ്പാണ് വണ്ടിയുടെ വരുന്നത് കേട്ടോ. അപ്പോൾ ഈ വണ്ടി നിങ്ങളെല്ലാവരും ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ നല്ലപോലെ ഒന്ന് വാച്ച് ചെയ്യുക. എന്നിട്ട് അപ്പം ഞാൻ ഈ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ പറഞ്ഞിട്ട് കാണുന്നവരായിരിക്കും മേ ബി യൂട്യൂബിൽ നമ്മുടെ ചാനലിൽ കയറിയിട്ട് ഈ വണ്ടിയുടെ ഫുൾ വീഡിയോ നോക്കുന്നുണ്ടാവുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ സൈഡ് ബോഡിയും ഇൻറ്റീരിയറൊക്കെ നിങ്ങൾക്ക് തുറന്ന് വിസിബിളി കാണിച്ചു തരുന്നുണ്ട്. ഇത് കണ്ടതിന് ശേഷം നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വണ്ടി ജസ്റ്റ് ഒന്ന് വണ്ടി കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എവിടെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വിളിച്ചാൽ മതി. നിങ്ങൾക്ക് എവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി കാണിച്ചു തരേണ്ടി പറ്റും. ഇപ്പോൾ തൃശ്ശൂർ അല്ലെങ്കിൽ മലപ്പുറത്താണ് വണ്ടി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലിലേക്ക് വന്നതാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ബാഡ്ജിങ്ങുകളും ഒക്കെ നല്ല നീറ്റായിട്ട് കിടക്കുന്നത്. ഇപ്പോൾ എംപ്ലോയായാലും ഇപ്പോൾ A4 എഴുതിയിട്ടുള്ളതും ഈ പറഞ്ഞ 2.0 2 ലിറ്ററാണ് ഇത് വരുന്നത്. അതായത് 2000 cc ഡീസൽ എഞ്ചിനാണ് ഇത് വരുന്നത്. പിന്നെ അലോയ്സ് എല്ലാം വണ്ടി സ്റ്റോക്ക് ലുക്കിലാണ് വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും കിടക്കണേ. സോ ഇതൊരു ജെനുവിൻ വണ്ടിയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെപ്പോഴും ചെക്ക് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അതായത് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കൂടുതലൊന്നും പേടിക്കുന്നില്ല. മേജറായിട്ടുള്ള ഫ്ലഡോ കാര്യങ്ങളോ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഇല്ല. ഓണർഷിപ്പും കുറവാണ്, സെക്കൻഡ് ഓണർ ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളൊരു ഓഡി A4 അല്ലെങ്കിൽ ഓഡി എന്ന് പറയുന്ന ബ്രാൻഡിനോട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാവുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ നമ്മുടെ ചാനലിൽ വന്നിട്ടുള്ളതാണ് ഈ ഒരു ഓഡി A4 2013 മോഡൽ വണ്ടി തന്നെ. ഇനി ഇതിൻ്റെ പ്രൈസ് അവർ ആസ്ക് ചെയ്യണത് 9.5 ലാക്കാണ്. അതും നമ്മൾ നേരിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നെഗോഷ്യബിൾ പ്രൈസിലേക്ക് നമുക്ക് ചെയ്യാനും പറ്റും. സോ വണ്ടി കാണണമെന്നുള്ളവർ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ എത്രയും വേഗം വിളിക്കുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് നമ്മുടെ വീഡിയോസ് അയച്ചു കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്